ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് വിവാദങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞത് KSUവിനെ കടന്നാക്രമിക്കുക ചെയ്തു അദ്ദേഹം. KSU ആരാണ് അഭിപ്രായം പറയാൻ, അവർക്കൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. പ്ലീഡറെ നിയമിക്കാൻ അതിനായിട്ട് നിയോഗിച്ചൊരു സമിതിയുണ്ട്, അവരൊരു ശുപാർശ തരുന്നു. ആ ശുപാർശ ശരിയാണെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ നിയോഗിക്കുന്നു. SFIയിൽ പ്രവർത്തിച്ചവരെ നിയോഗിച്ചിട്ടുണ്ട്, അതേപോലെ ABPയിൽ പ്രവർത്തിച്ചവരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ താനൊരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നാണ് അദ്ദേഹം തെളിയിക്കാൻ ശ്രമിക്കുന്നത്. യോഗ്യതയാണ് മാനദണ്ഡം, രാഷ്ട്രീയമല്ല. അത് ശരിയാണോ? താത്വികമായി അത് ശരി തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മൾ ഇപ്പോൾ ചെയ്തതിനെ ന്യായീകരിക്കാനല്ല, യോഗ്യതയുള്ള ആളുകൾ തന്നെയാണ് പ്ലീഡറായിട്ട് വരേണ്ടത്. രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഗവൺമെൻറ് ഇന്നൊരു കാര്യത്തിൽ നിൽക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആശയം എന്താണോ ആ ആശയം കോടതിയിൽ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം പ്ലീഡർ. പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മൾ അങ്ങനെയല്ല, പാർട്ടിക്കാരെ പ്ലീഡറായിട്ട് വയ്ക്കും. പാർട്ടിക്കാരെ പ്ലീഡറായിട്ട് വയ്ക്കുമ്പോഴൊരു പ്രശ്നം എന്താ വെച്ചാൽ കേസ് വാദിക്കാൻ വേറെ വക്കീലിനെ കൊണ്ടുവരേണ്ടി വരും. ഇപ്പം ഞാൻ നിരവധി ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഷുഹൈബിൻ്റെ അടക്കമുള്ള നിരവധി കേസുകളിൽ, TP ചന്ദ്രശേഖരൻ്റെ ഒക്കെ കേസിൽ LDF ഗവൺമെൻറ് വാദിക്കാൻ കൊണ്ടുവന്നത് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ. ഇവിടെ അഡ്വക്കേറ്റ് ജനറലുണ്ട്, DGP ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. എന്നിട്ടും പുറത്തുനിന്ന് ഒരുപാട് പണം കൊടുത്ത് ലാവലിംഗ് കേസ്, നിരവധി കേസ്, ഞാൻ ഒന്നല്ല, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വലിയ വലിയ വക്കീലുമാരെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ അത് ചെയ്യാൻ പാടില്ല, അത് ഇവരും ചെയ്യാൻ പാടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ എന്തിനാ പിന്നെ നമ്മൾ ഇത്രയും ശമ്പളം കൊടുത്ത് പ്ലീഡർമാരെ വെക്കണം? അപ്പോൾ യോഗ്യതയുള്ള ആളുകൾ പ്ലീഡർ ആവണം എന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് തത്വത്തിൽ 100% യോജിക്കുന്ന ഒരാളാണ്. അതിന് രാഷ്ട്രീയ ഇത് മാത്രം പോരാ, അത് പ്ലീഡർ മാത്രമല്ല. ഇപ്പം ഞാൻ പറയണേ, ഇപ്പം മന്ത്രിയാവാൻ അത് വേണം, ഗ്രൂപ്പ് സമവാക്യം പോരാ. അതുപോലെ ഓരോ ഇതിനും നമ്മൾ പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്രട്ടറി, IAS വിട്, പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വയ്ക്കുന്നവർ രാഷ്ട്രീയക്കാരാവണം. അതിനേക്കാൾ ഉപരി വ്യക്തിപരമായി വിശ്വാസ്യത ഇതിലൊരു പ്രശ്നമാണ്. വ്യക്തിപരമായി വിശ്വാസ്യത, യോഗ്യത. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരാൾ സംസ്ഥാന നേതാവാണ്, ഒരാൾ ജില്ലാ നേതാവാണ്. ആരെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ സംസ്ഥാന നേതാവിനെ തന്നെ വെക്കണം എന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം ജില്ലാ നേതാവാണ് ആ ജോലിക്ക് യോഗ്യതയെങ്കിൽ എടുക്കണം. കാരണം ഇതൊക്കെ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. നമ്മളൊരു കാര്യം കണ്ടത്, ഏത് ഗവൺമെൻറ് ആണോ ഭരിക്കുന്നത് അവരുടെ പ്രയോറിറ്റി തന്നെയാണ് അത്. അപ്പോൾ ഏത് ഗവൺമെൻറ് ആയാലും മറ്റേ ഗവൺമെൻറ് ഇപ്പോൾ ഇവർ പറഞ്ഞ അഭിപ്രായം മറ്റേ ഗവൺമെൻറ് എടുക്കില്ല. ഇനി നമുക്ക് KSUവിൻ്റെയോ മറ്റേതിലോ വരാം. ഗവൺമെൻറ് തീരുമാനിച്ചു ഒരു പ്ലീഡർ, ഒരു ടീമിനെ അവർ വയ്ക്കാൻ പറ്റും. എന്നിട്ട് തന്നെ ഒരു പ്ലീഡർ നിയമനത്തിൽ വലിയ വിവാദം വന്നല്ലോ, നമുക്ക് ഓർമ്മയില്ലേ? പ്രദീപിൻ്റെ കാര്യത്തിൽ അത് അയാൾ സംഗതി ശരിയായിരിക്കും, അയാൾ നല്ല വക്കീലാണ്. അയാൾ നല്ല വക്കീലുകൊണ്ടാണ് അയാളെ മറ്റേ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഭാഗം വാങ്ങിച്ചത്. ഇപ്പം ഏത് വക്കീലിനെ വെച്ചാലും നല്ല വക്കീലാവുമ്പോൾ അയാൾക്ക് സർക്കാരിനെതിരെ വാദിച്ചിട്ടുണ്ടാവും, ഇല്ലേ? ഞാൻ പറയണേ, നിങ്ങൾ ഏത് വക്കീലിനെ എടുത്തു, നല്ല വക്കീലാണെങ്കിൽ അയാൾ പ്രതിപക്ഷത്താണല്ലോ ഇരുന്നിരുന്നത്. ആ സമയത്ത് അയാൾ സർക്കാരിനെതിരെ കേസ് വാദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ കള്ളന് വേണ്ടി വാദിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കൊള്ളക്കാരന് വേണ്ടി വാദിച്ചിട്ടുണ്ടാവും, കൊലപാതകയ്ക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആർക്കും വേണ്ടി വാദിക്കാത്ത ഒരാളെ ലീഡറാക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയും ചെയ്തു, ഇപ്പം ഈ നിയോഗിച്ചിരിക്കുന്ന പ്ലീഡർമാരെന്ന് പറയുന്നത് അവർ വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള വക്കീലന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നിയോഗിച്ചതെന്നുള്ളതാണ്. അല്ല, സർക്കാർ വയ്ക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് വെക്കണ്ടേ. സർക്കാർ യോഗ്യത തന്നെ പ്രധാന മാനദണ്ഡമാണ്. പക്ഷെ പൊളിറ്റിക്കൽ വിഷൻ വേണം. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ് നിലപാട് എന്താണെങ്കിൽ അത് പറയലാണല്ലോ പ്ലീഡറുടെ ജോലി. അതുകൊണ്ട് അയാൾക്ക് അതിൽ സെലക്ഷനൊന്നുമില്ല. ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായ വക്കീലിനെ നിയമിച്ചു. അതിലൊരു ചെറിയ പ്രശ്നമുള്ളത്, ഇയാൾ തന്നെ തിരിച്ചപ്പുറത്ത് പോയി വാദിക്കേണ്ടി വരും. നാളെ ശബരിമല കൊള്ള കേസിൽ സ്റ്റേറ്റിന് വേണ്ടി SITക്ക് വേണ്ടി ഹാജരാവേണ്ടത് ഇയാളല്ലേ. അങ്ങനെ വരുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഞാനൊരു പാർട്ടി, അയാൾ ഇതുവരെ എതിർപക്ഷത്തായിരുന്നു. സിനിമയിൽ മമ്മൂട്ടി ചെയ്യണ വരെ ഇങ്ങോട്ട് മാറാൻ പറ്റില്ലല്ലോ, ഒരു രാത്രി കൊണ്ട് നമുക്ക് മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയം മാത്രമല്ല, കേസിൽ വാദിക്കാൻ പാടില്ലല്ലോ. ഞാൻ ഞാനൊരു പാർട്ടിക്ക് വേണ്ടി വാദിച്ചിട്ടൊരു കേസിൽ അടുത്ത തവണ മറ്റേ എനിക്ക് ഗവൺമെൻറ് ലീഡറാകുമ്പോൾ ഞാൻ ഉടനെ തന്നെ എതിർകക്ഷിക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഉള്ളൊരു പ്രതിസന്ധിയുണ്ട്, ഒരു വ്യക്തിപരമായ പ്രതിസന്ധിയുണ്ട്, അയാൾ ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങളിൽ ഇപ്പോൾ പ്ലീഡർ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ നിയമിക്കുമ്പോൾ, ഇപ്പോൾ രാമൻപിള്ളയെ പ്ലീഡറായിട്ട് വയ്ക്കാൻ ചോദിക്കുക. ഉദാഹരണത്തിന് രാമൻപിള്ളയെ പ്ലീഡറായിട്ട് വെച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹം സമ്മതിക്കുമോ വരുമോ എന്നുള്ളതല്ല. രാമൻപിള്ളയെ പ്ലീഡറായിട്ട് വെച്ചാൽ ഞാൻ അംഗീകരിക്കും. രാമൻപിള്ളയുടെ രാഷ്ട്രീയമല്ല ഞാൻ നോക്കുക. കാരണം എന്താ, രാമൻപിള്ള നോക്കിയത് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്രിമിനൽ വക്കീലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു ക്രിമിനൽ കേസിൽ ഹാജരാവണമെങ്കിൽ ഏറ്റവും നല്ല വക്കീലിനെ വേണ്ടി വെക്കാൻ, രാമൻപിള്ളയുടെ പേര് പറഞ്ഞതാണ് കേട്ടോ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ വയ്ക്കുമ്പോഴും DGP വയ്ക്കുമ്പോഴും രാഷ്ട്രീയം ഉണ്ടാവും. രാഷ്ട്രീയമില്ല എന്ന് ഞാൻ പറയുന്നത്, രാഷ്ട്രീയം ഇല്ലാതെ ആരും വയ്ക്കില്ല. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ കുറുപ്പിനെ ഇടതുപക്ഷ സർക്കാർ വെച്ചത്, അല്ലെങ്കിൽ മുമ്പ് ഇവരൊക്കെ വെച്ചത് അങ്ങനെ തന്നെയാണ്.
എം കെ ദാമോദരനെ വെച്ചത് രാഷ്ട്രീയം ഉണ്ടായിട്ട് തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ, പാർട്ടിയുടെ അഭിപ്രായം എത്രത്തോളം എടുക്കണം, പാർട്ടിയുടെ. അപ്പോൾ സതീശൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങളൊരു സമിതിയെ വെച്ചു, ആ സമിതി തരുന്ന ശുപാർശയാണ് ഞങ്ങൾ പരിഗണിച്ചത്. തീർച്ചയായിട്ടും അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് അവർ കൊടുക്കും അവരുടെ അഭിപ്രായം. അവർ ഇതൊക്കെ പട്ടിയെടുത്ത് കാണിച്ചല്ലോ. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘടനയാണ്. അപ്പോൾ അയിലു പറയുന്ന സംഘടനയുടെ നിർദ്ദേശങ്ങൾ ഇടതുപക്ഷം എടുത്തിട്ടുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവർ പറഞ്ഞത് അങ്ങനെ എടുത്തോളുന്നില്ല. അവരുടെ നിർദ്ദേശങ്ങൾ അവർ കൊടുക്കും, കേശുവിനും കൊടുക്കാം. കേശു പക്ഷെ നിയമനം കഴിഞ്ഞിട്ട് അഭിപ്രായം പറയണമെന്നുള്ളതാണ് സതീശൻ്റെ പ്രശ്നം. കേശുവിനും അഭിപ്രായം പറയാം. പിന്നെ ഒരാൾ, അത് സതീശൻ പറഞ്ഞ് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരാൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് SFI ആയിരുന്നു, AVP ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അത് അദ്ദേഹം പറഞ്ഞ BJP കാരനായിരുന്ന, ഒരു വർഷം മുമ്പ് BJP കാരനായ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൻ്റെ കോൺഗ്രസ് MLA ആണ്. അതുപോലെ TK ഗോവിന്ദനും G സുധാകരനും കുഞ്ഞികൃഷ്ണനും ഇപ്പോൾ ഇവരുടെ MLA മാരാണ്. ലീഡറേക്കാളൊക്കെ വലിയ പൊസിഷനുള്ള MLA. അദ്ദേഹത്തിന്റെ ഒരു വിശാല മനസ്കത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് ഹിന്ദു ഐക്യവേദി നേതാക്കൾ RB ബാബുവിനൊക്കെ എന്തുകൊണ്ടാണ് അനുമതി നൽകിയത്, അവർക്ക് പെട്ടെന്ന് വന്ന് കാണാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവർക്ക് ചെയ്യാം, നിയാസിനെ പോലുള്ളവർക്കൊന്നും പറ്റുന്നില്ല. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, UDFന്റെയോ കോൺഗ്രസിന്റെയോ മുഖ്യമന്ത്രിയാണോ, അപ്പൊ എല്ലാവരും ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് അനുമതി കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചത്. അല്ല, മുഖ്യമന്ത്രി എല്ലാവരെയും കാണണം. ഇപ്പൊ മോഡിയുടെ അടുത്ത് രാഹുൽ ഗാന്ധി അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ കൊടുക്കില്ലേ? കൊടുക്കുമല്ലോ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഇൻക്ലൂസീവ് ആയിരിക്കും വേണം. മുഖ്യമന്ത്രി ഇൻക്ലൂസീവ് തന്നെ ആയിരിക്കണം. RB ബാബുവിനെ കാണാൻ അനുവദിച്ചു, PM നിയാസിനെ കാണാൻ അനുവദിച്ചില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കണം. നിയാസിനെ എന്തുകൊണ്ടാണ് അനുവദിച്ചില്ല? നിയാസ് വന്നാലും കാണണം, RB ബാബു എന്നാലും കാണണം, അല്ലെങ്കിൽ സമസ്ത വന്നാലും കാണണം, കാന്തപുരം വന്നാലും കാണണം. അതിനെന്താ കുഴപ്പം? അത് കാണുക എന്നുള്ളത് ഏതാൾ വന്നാലും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയെയോ മന്ത്രിയെയോ കാണുന്നതിന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നല്ലേ, രഹസ്യമായിട്ടൊന്നുമല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞല്ലോ, തുഷാർ വെള്ളാപ്പള്ളി എന്നെ എൻ്റെ വീട്ടിൽ വന്നാൽ കണ്ടത്. തുഷാർ വെള്ളാപ്പള്ളി എൻ്റെ വീട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ വരരുതട്ടോ, തുഷാർ വെള്ളാപ്പള്ളി എനിക്ക് കാണേണ്ട കാര്യമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം തുഷാർ വെള്ളാപ്പള്ളിയുടെ മുഖ്യമന്ത്രിയാണ്. തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. അപ്പം നമ്മുടെ രാഷ്ട്രീയം പലപ്പോഴും, ഇൻക്ലൂസീവ് രാഷ്ട്രീയത്തിൽ നമ്മൾ പലപ്പോഴും അകന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, അല്ല, അമിതമായ രാഷ്ട്രീയ പ്രസരം കയറി വരുമ്പോഴാണ് ഇൻക്ലൂസിറ്റിവിറ്റി ഇല്ലാതാവുന്നത്. നമ്മുടെ ശത്രു ഇല്ല രാഷ്ട്രീയത്തിൽ. അത് CPM ചെയ്തൊരു പണിയാണ് ശരിക്കും. രാഷ്ട്രീയത്തിൽ എതിരാളിയേ ഉള്ളൂ, ശത്രു ഇല്ല. ഇത് രണ്ടാണ്. ശത്രു ഇല്ല രാഷ്ട്രീയത്തിൽ. കാരണം എന്താ, ശത്രു എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ തുല്യമായ ഒരു കോമ്പറ്റീറ്റ്. ഇപ്പോൾ നാളെ സ്പെയിനും അർജന്റീനയും തമ്മിൽ, അർജന്റീനയുടെ ശത്രു അല്ലല്ലോ സ്പെയിൻ്റെ ശത്രു അല്ലല്ലോ അർജന്റീന. രണ്ടുപേരും 2 കളിക്കാർ അവർക്ക് ഏറ്റുമുട്ടുന്നു, മോശയോട് മത്സരിക്കും, അവരൊരാൾ ജയിക്കും, മറ്റൊരു തല്ലിക്കൊല്ലൊന്നുമില്ലല്ലോ. ഇപ്പോൾ നാളെ അർജന്റീന ജയിച്ചാൽ സ്പെയിൻകാരെ തല്ലിക്കൊല്ലൊന്നുമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് ഇതിലുള്ളത്. പിന്നെ ഈ കോൺഗ്രസ്സിലൊരു പ്രശ്നം, കോൺഗ്രസ്സിൽ ഇന്നല്ലല്ലോ, എല്ലാ കാലത്തും ഈ പ്രശ്നമുണ്ടല്ലോ. കോൺഗ്രസ്സിലെ ഗ്രൂപ്പുണ്ട്, ഉപഗ്രൂപ്പുണ്ട്, അതിൻ്റെ ഗ്രൂപ്പിൻ്റെയൊക്കെ ഘടന മാറുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ അതിൻ്റെ പേരിൽ ആളുകൾ ഇങ്ങനെ പറയുന്നത് മുമ്പുണ്ടായിട്ടുണ്ട്. ഇന്നലെ ഒരു വാർത്ത നമ്മൾ കണ്ടു, ജോപ്പനെ ഒഴിവാക്കി കൊടുത്തു. കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് കണ്ടു, കോൺഗ്രസ്സിലെ ഗ്രൂപ്പിസമാണ് എന്നെ പ്രതി ചേർത്തത് എന്ന്. എതിരാളികൾ, ഉമ്മൻചാണ്ടിയുടെ എതിരാളികൾ എന്നെ കുടുക്കിയതാണ് എന്ന്. എന്നാലും സോളാർ കേസ് തന്നെ ഇപ്പോൾ ഇല്ലാതായി വരുന്നൊരു കഥയുണ്ട്. അതുകൊണ്ട് ആ വാദത്തിനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിപ്പോൾ CPM നടക്കും, രഹസ്യമായിട്ട് നടക്കും, പരസ്യമായിട്ട് നടക്കില്ല മാത്രം. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അച്യുതാനന്ദൻ ഇയാൾ എഴുതി, സുരേഷ് കുമാർ എഴുതിയിട്ടുണ്ടല്ലോ. സുരേഷ് കുമാർ എഴുതേണ്ടത് എനിക്കറിയാം. നമ്മൾ അച്യുതാനന്ദനെ കാണാൻ ചെന്നാൽ പിണറായി വിജയൻ്റെ 2 വിശ്വസ്തർ അപ്പുറത്തും വന്ന് നിൽക്കും. നമ്മളെന്താ പറയണേന്നറിയാം, മനസ്സിലായോ? മറ്റു സമ്മതിക്കില്ല, അവർ കയറാൻ സമ്മതിക്കില്ല. അതുപോലെ അവർക്ക് സംശയമുള്ള ആളുകൾ. ഇതിനെ മറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റാളുകളുണ്ട്, സെക്രട്ടറി ഉണ്ട്, ഇപ്പോൾ നമ്മുടെ മലമ്പുഴ മത്സരിച്ച അയാളുണ്ട്, അവരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും പോരാ. അപ്പോൾ ആരാണ് വരുന്നത്, എന്താണ് സംസാരിക്കുന്നത്, അതിലൊരു കുഴപ്പമുണ്ട്. അതിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രിയോട് ഒരാൾക്ക് സംസാരിക്കേണ്ടത് തികച്ചും വ്യക്തിപരമായൊരു കാര്യമാണെങ്കിൽ, അയാളുടെ കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ, ഇത് പാർട്ടി എന്നുള്ള നിലയ്ക്ക് അത് അറിഞ്ഞുകൊള്ളുന്നില്ല. മുഖ്യമന്ത്രി പാർട്ടിയുടെ മുഖ്യമന്ത്രി മാത്രമല്ല. അതാണ് സതീശൻ പറഞ്ഞ ഞാൻ എടുത്തൊരു കാര്യം, പാർട്ടിയുടെ മുഖ്യമന്ത്രി. ഇപ്പോൾ പിണറായി വിജയനെ ആരൊക്കെ കാണാൻ ചെന്നുണ്ട്? പിണറായി വിജയനെ BJP-കാർ കാണാൻ ചെന്നിട്ടില്ലേ? ഉണ്ടല്ലോ. RSS-കാർ കാണാൻ ചെന്നിട്ടില്ലേ? RSS-കാരെ അങ്ങടി എന്ന് കണ്ടത്. അതെവിടെയാണ് സതീശൻ പറഞ്ഞത്, ഞാൻ അടച്ചിട്ടം ഒളിഞ്ഞുകൊണ്ടല്ല പോയി കണ്ടത്, പരസ്യമായിട്ടാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എല്ലാവരെയും കാണേണ്ട ആൾ തന്നെയാണ്, എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്.
ഏറ്റവും അവസാന താളുടെ വരെ മുഖ്യമന്ത്രിയാണ്. കാരണം ഇലക്ഷൻ മത്സരിക്കുമ്പോഴല്ലോ നമ്മൾ മുഖ്യമന്ത്രിയാവണം. മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ സഹായം ചെയ്യൂ, CPM-കാർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഭരണഘടന ലംഘനമാണ്. കാരണം എന്താ, ഭരണഘടനയിൽ നിങ്ങൾ മറ്റേ സത്യപ്രതിജ്ഞയിൽ എന്താ പറയണേ? സാറേ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരാൾക്ക് ഒരു സ്ഥാനത്തിരിക്കാൻ അല്ലെങ്കിൽ ഒരു യോഗ്യതയുണ്ട്, അർഹതയുണ്ട്, എന്നിട്ടും ഞാൻ അയാളെ മാറ്റി നിർത്തുകയാണ്. കാരണം അദ്ദേഹം ഇന്ന രാഷ്ട്രീയക്കാരനാണ്. ഇതും മതത്തിന്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്തുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? അല്ല, മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നതിൽ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രാഷ്ട്രീയക്കാരനെ എപ്പോഴും മാറാം. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, മതം നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, രാഷ്ട്രീയം നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ജനാധിപത്യത്തിൽ എനിക്ക് വേണമെങ്കിൽ നാളെ വേറൊരു പാർട്ടിക്കാരനാവാം. നാളെ ഞാൻ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ചേരാം, ഞാൻ നാളെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരാം, എനിക്ക് ചേരാം. അല്ലെങ്കിൽ ഒരു പാർട്ടി ഇല്ലാതിരിക്കുകയും ചെയ്യാം. പക്ഷേ മതത്തിൽ എനിക്ക് അങ്ങനെ പറ്റില്ല. മതത്തിൻ്റെ ഒരു പ്രശ്നം, മതം മാറ്റി നിർത്തുന്ന കാര്യത്തിൽ ഞാൻ, വിവേചനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ 100% സമ്മതിച്ചു. പക്ഷെ മതവും രാഷ്ട്രീയവും തമ്മിൽ വ്യത്യാസം ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. മതം എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തെ മതമായി കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. മതമാക്കി മാറ്റുന്നു, ഗോത്രം മതമാക്കി മാറ്റുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം, അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദികൾ CPM ആണ്. തീർച്ചയായിട്ടും. ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടന്നു കഴിഞ്ഞപ്പോൾ കുലംകുത്തി എന്നൊരു വാക്ക് ഉപയോഗിച്ചു പിണറായി വിജയൻ. കുലംകുത്തി എന്നുള്ള വാക്ക് ഒരു രാഷ്ട്രീയത്തിൽ, ജനാധിപത്യത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ കുലമില്ലല്ലോ. CPM എന്താ ഒരു കുലമാണോ? CPM-നെ കുലത്തിനെ കുത്താൻ കുലമല്ലല്ലോ. ഗോത്രവും കുലമൊന്നുമല്ല രാഷ്ട്രീയ പാർട്ടി. ഒരാൾ ജന്മനാ മാർക്സിസ്റ്റുകാരനാവുന്നില്ല, ഒരാൾ ജന്മനാ കോൺഗ്രസ്സുകാരനാവുന്നില്ല, BJP-കാരനാവുന്നില്ല. അയാളുടെ ചോയ്സാണത്. ഞാൻ ഇതാ വരുന്നു. നേരെ മറിച്ച് ഞാൻ ഹിന്ദു ആവും എന്ന് പറയുന്നത് എന്നെ ഹിന്ദു ആക്കുന്ന എങ്ങനെയാണ്? എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദു ആയിരുന്നു എന്നുള്ളതാണ് അല്ലേ? വേറെ അല്ലെങ്കിൽ ഞാൻ പിന്നെ പോയി മതം മാറണം. അല്ലെങ്കിൽ അല്ലാത്തടത്തോളം ഞാൻ ജന്മനാ ഹിന്ദുവാണ്, ജന്മനാ മുസ്ലിമാണ്, ജന്മനാ ക്രിസ്ത്യാനിയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ മതം കിട്ടണേ. അപ്പോൾ അതുപോലെയല്ല രാഷ്ട്രീയം. അതാണ് മതം ജനാധിപത്യപരമല്ല, രാഷ്ട്രീയം ജനാധിപത്യപരം. ജനാധിപത്യം തിരഞ്ഞെടുക്കാൻ മാറാം. യെസ്. അതുകൊണ്ടാണ് മതേതരമാവണമെന്ന് പറയുന്നത്. രാഷ്ട്രീയം മതേതരമാവണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജന്മന ഒരാൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു യോഗ്യതയോ അയോഗ്യതയോ ഉണ്ടാവാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരു ശാസ്ത്രജ്ഞനെ തിരഞ്ഞെടുക്കുക, ഒരു വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്നു. വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ വൈസ് ചാൻസലർ കഴിഞ്ഞ മാസം RSS ആയിരുന്നോ അതിന് മുമ്പലത്തെ ആയിരുന്നോ എന്നല്ല വൈസ് ചാൻസലറെ നോക്കണ്ടേ. ആ പദത്തിന് അയാൾ യോഗ്യതയുള്ള ആളാണ്. ഇപ്പം അയാൾക്ക് രാഷ്ട്രീയമായ അഭിപ്രായത്തിനെ കൊടുക്കരുത്. അയാൾ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം നടപ്പാക്കുന്ന ആളാണെങ്കിൽ അയാൾ കൊടുക്കണ്ട. പക്ഷെ അയാൾ മുമ്പ് സംഘപരിവാരമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അവിടെ മീറ്റിങ്ങിൽ പോയിരുന്നു എന്ന് പറഞ്ഞ് നമുക്കൊരാളെ മാറ്റി നിർത്താൻ പറ്റില്ല. അത് രാഷ്ട്രീയത്തിലില്ല. അതാ ഞാൻ പറഞ്ഞത്. ഒരു വർഷം മുമ്പ് സംഘപരിവാറിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ സന്ദീപ് വാര്യർ. ഇപ്പൊ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ MLA അല്ലേ? അതുപോലെ തിരിച്ചും CPM കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആൾ CPM-ന്റെ MLA ആവും. അതൊക്കെ ആവും. അത് രാഷ്ട്രീയത്തിൽ ജനാധിപത്യമാണ്, ഒരാളുടെ അവകാശം. അത് പറയണം. പിന്നെ ഒരു പ്ലീഡർക്ക് ഒരു കേസ് കൊടുത്തു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ എതിർത്തൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെട്ട ആൾ, പേരൊന്നും പറയില്ല, അവരെ യഥാർത്ഥത്തിൽ അവർ റവന്യൂ വകുപ്പിൻ്റെ CPID ആണ്. അപ്പോൾ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി പോയ ആൾ ഹാരിസന്റെ വക്കീലെ. ഹാരിസൺ മനസ്സിലായല്ലോ. ഹാരിസണുമായിട്ടും കേരളമായിട്ടും ഒരുപാട് കേസ് നടക്കുക. ഹാരിസൺ ഇപ്പോൾ നമ്മുടെ വിമാനത്താവള കേസടക്കം നിരവധി കേസുകളിൽ ഹാരിസൺ മറുവശത്താണ്. ഹാരിസന്റെ ഭൂമി എന്നുള്ളത് കേരളത്തിലെ റവന്യൂവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊന്നാണ് ഹാരിസണുമായിട്ടുള്ള കേസ്. ആ ഹാരിസണുമായിട്ടുള്ള കേസ് കൈകാര്യം ചെയ്യാൻ റവന്യൂ വകുപ്പിൻ്റെ അഡീഷണൽ AG ആയിട്ട് നിയമിച്ച ആൾ ഹാരിസൺ ഗ്രൂപ്പിന് വേണ്ടി എല്ലാ കാലവും വാദിച്ചാണ്. അപ്പോൾ അതിലൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ അയാൾ CPI-കാരനാണ്, അതുകൊണ്ട് അയാൾ CPI വെച്ചു. ആരും ചോദിച്ചില്ല ഹാരിസന്റെ വക്കീലല്ലേ അയാളെന്ന്. ഇപ്പം CPM ഭരണകാലത്ത് പാർട്ടിക്കാരെ മുഴുവൻ പിൻവാതിലൂടെയും അയോഗ്യരായിട്ടുള്ള ആളുകളെയൊക്കെ കയറ്റുന്നത് നമ്മൾ കണ്ടതാണ്. അതിനെയൊക്കെ വിമർശിക്കുകയും അതിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ സതീശൻ ഈ KSUവിനടക്കം വിമർശിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം അഭിപ്രായം പറയേണ്ട എന്നുള്ളതാണ്. അല്ല, കുടുംബം അഭിപ്രായം പറയണമെങ്കിൽ സ്വാഭാവികമായി അത് പാർട്ടിക്കകത്തല്ലേ ആദ്യം പറയണ്ടേ. അവിടെ നടന്നില്ലെങ്കിൽ അവർ പുറത്തു പറയണ്ടേ. ഇപ്പോൾ ഇവർ നിയോഗിച്ച കമ്മിറ്റിയെ KSUക്കാർ പോയി കണ്ടോ? അങ്ങനെ കമ്മിറ്റി ഉണ്ടോ എന്ന് KSUക്കാർക്ക് അറിയാമായിരുന്നു. KSUവിന് അഭിപ്രായം പറയണതല്ല, KSUവിന് അഭിപ്രായം പറയാം, ആർക്കും അഭിപ്രായം പറയാം. ജനാധിപത്യത്തിൽ ആർക്കും അഭിപ്രായം പറയാം. ഡിസിഷൻ മേക്കേഴ്സ് ആവാൻ പറ്റില്ല. അഭിപ്രായം പറയുന്നതും ഡിസിഷൻ ആരാ അവസാനം ഒപ്പിടുന്നത്? നിയമമന്ത്രി എന്നുള്ള നിലയ്ക്ക് സതീശനല്ലേ ഒപ്പിടണ്ടേ? മുഖ്യമന്ത്രിയല്ലേ ഒപ്പിടണ്ടേ? മുഖ്യമന്ത്രി ഒപ്പിടുമ്പോൾ മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് ഇപ്പം ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നു, 1000 പേർക്ക് അഭിപ്രായം ഉണ്ടാവും. അഭിപ്രായമൊക്കെ ധനമന്ത്രി കേൾക്കും. അവസാനം
അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു ബജറ്റുകൾ അവതരിപ്പിക്കും. അത്ര സാർ, ഇത് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കയറ്റുക പാർട്ടിക്കാരെ മാത്രമല്ല, യോഗ്യതയുള്ള അല്ലാത്തവരെയും കയറ്റും. അതാണല്ലോ ഇതിന്റെ മെസ്സേജിങ്. അല്ല, തീർച്ചയായിട്ടും ഞാൻ അതാണ് പറയുന്നത്. ഒരാളുടെ പാർട്ടി എന്ന് പറയുന്നത് സ്ഥിരമായൊരു സംഗതി അല്ലാത്തത് കൊണ്ട് അയാൾ പറയുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ, ചിലപ്പോൾ അത് വരും. പിന്നെ ഈ പറഞ്ഞതുപോലെ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയാം, പേഴ്സണൽ സ്റ്റാഫിലെ നിയമനം വലിയ യോഗ്യതയൊന്നും വേണ്ടാത്ത ആളുകൾ അല്ലേ, ഡ്രൈവറായിട്ട് നിയമിക്കുന്നു, ഗൺമാനായിട്ട് നിയമിക്കുന്നു, അല്ലെങ്കിൽ ഗാർഡനായിട്ട് നിയമിക്കുന്നു, അല്ലെങ്കിൽ കുക്കായിട്ട് നിയമിക്കുന്നു. പണ്ട് ശ്രീമതി ടീച്ചർ അതുപോലെ കുക്കായി നിയമിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കരമായ എന്താ പറയുക എക്സ്പെർട്ടൈസ് ഒന്നും വേണ്ടാത്ത സ്ഥലത്താണെങ്കിൽ പാർട്ടിക്കാരെ തന്നെ വയ്ക്കുന്നതാണ് നല്ലത്. അതിന് കാരണം എന്താ വെച്ചാൽ, ഒന്ന് വിശ്വാസ്യത, രണ്ട് അവർക്ക് ജോലി കിട്ടാൻ ഇതല്ലേ സാധ്യതയുള്ളൂ. CPM ഭരിക്കുന്നത് കൊടുക്കുമല്ലോ. വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനം. വിശ്വാസ്യത വളരെ പ്രധാനമാണ്. വിശ്വാസ്യത, പേഴ്സണൽ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസ്യത 100% ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പറ്റില്ല. കാരണം പലതരത്തിലുള്ള സംഗതികൾ നടക്കും. ഇയാൾ നാളെ പുറത്ത് പോയി എമ്മോ മത്തായിയുടെ വർത്താനം പറഞ്ഞ പോലെ പറഞ്ഞാലോ, അങ്ങനെ പറഞ്ഞാൽ ശരിയല്ലല്ലോ. എമ്മോ മത്തായി ഇന്ദിരാഗാന്ധിയെ പറ്റി പറഞ്ഞതുപോലെ നെഹ്റുവിനെ പറ്റി പറഞ്ഞതുപോലെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു അടുക്കളക്കാരൻ വേണ്ടല്ലോ. അതാണ് പ്രശ്നം. അപ്പോൾ യോഗ്യത വളരെ പ്രധാനം തന്നെയാണ്, പ്രത്യേകിച്ചും പ്ലീഡർ നിയമനത്തിൽ. കാരണം പ്ലീഡർ ജുഡീഷ്യറിയുടെ മുമ്പിൽ പോയി സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ട ആളാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ താല്പര്യം ഏറ്റവും നന്നായി വയ്ക്കണം. ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് എത്രയോ പ്ലീഡർമാർ എത്രയോ ആളുകളുണ്ടായി, എന്നിട്ടോ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നല്ലേ വെച്ചേ. ഇപ്പം എന്തോ പ്ലീഡർ എണ്ണം കൂട്ടിയെന്ന് എന്താണ് പറഞ്ഞിട്ടൊരു പരാതി വന്നൊന്നും. പ്ലീഡറുടെ എണ്ണം കൂട്ടുന്നതിനൊന്നും വിരോധമില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്നും വക്കീലിനെ വിളിച്ചുകൊണ്ടെന്ന് കേസ് വാദിക്കാൻ നിൽക്കരുത് സർക്കാർ. അത്ര വല്ല ഭരണഘടനാ പ്രശ്നമൊക്കെയാണ് ചെയ്യാം. ഇതിപ്പോൾ ഒന്നുമല്ലോ. ക്രിമിനൽ അപ്പീലിൽ പോലും ഹൈക്കോടതിയിൽ വാദിക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരേണ്ട കാര്യം എന്തിരിക്കണം? സർക്കാരിൻ്റെ പൈസ കൊടുത്ത് സ്വന്തം കയ്യിൽ നിന്ന് പ്രതി കൊണ്ടുവന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ സർക്കാർ കൊണ്ടുവരാൻ പാടില്ല. അത് സതീശൻ നോക്കണം. യോഗ്യതയുള്ളവരെ നിയമിച്ചെന്നുള്ളതുകൊണ്ട് പിന്നെ അവിടുന്ന് കൊണ്ടുവരേണ്ടി വരരുത്. അത്ര